ഗോവിന്ദചാമിയുടെ കയ്യിൽ അതിഭീകരമായൊരു ആയുധമുണ്ടെന്ന് പറയുന്നു. എന്തും ചെയ്യാൻ കഴിയുന്ന, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന അതിഭീകരമായിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു ആയുധം. എന്താണത്? അതെ, പോലീസും ഈ പറയുന്ന ജയിൽ വകുപ്പും എല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഒരു ആയുധം ഗോവിന്ദചാമിയുടെ കയ്യിലുണ്ട്. ഗോവിന്ദചാമിയുടെ കൈയായുധം. ഒരാള് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു രാജാവിൻ്റെ കൈ നഷ്ടപ്പെട്ടപ്പോൾ അയാൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം ഒരു വാള് ആ കയ്യിൽ കെട്ടിവെച്ച് യുദ്ധം ചെയ്ത രാജാവിൻ്റെ കഥയുണ്ട്. അതുപോലെ അത്യന്തം അപകടകാരിയായിട്ടുള്ള ഒരു ആയുധം കയ്യിൽ കൊണ്ട് നടക്കുന്ന കയ്യായുധം തന്നെയുള്ള ഒരു ഭീകരനാണ് ഗോവിന്ദചാമി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ജയിലിൻ്റെ റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ഗോവിന്ദചാമി ജയിലിൽ നിന്ന് വെളിയിലേക്ക് ചാടി. എങ്ങനെ ചാടിയെന്ന് ആർക്കും അറിയില്ല. 7 മീറ്ററുള്ള ഒരു മതിലാണ് ഇയാൾ ചാടിക്കടന്നത്. അതെങ്ങനെ? തോർത്തുമുണ്ടിട്ട് ഇല്ലെങ്കിൽ മറ്റേ പുതപ്പ് കെട്ടി ഉണ്ടാക്കിയ വടം ഉപയോഗിച്ച് കടന്നു. ഫെൻസിങ്ങിൽ കറണ്ട് ഇല്ലായിരുന്നു, ഇലക്ട്രിക് ഫെൻസിങ്ങാണ്. ആ ഫെൻസിങ്ങിൽ കറണ്ട് ഇല്ലായിരുന്നു. അത് ചാടി കടന്നു, ഇയാൾ താഴേക്ക് വീണു. ഒന്നും സംഭവിച്ചില്ല. 7 മീറ്റർ മുകളിലേക്ക് കയറി ഒരു വടമെറിഞ്ഞ് മതിൽ ചാടാൻ. ഞാൻ ഈ പൂജപ്പുര സെൻട്രൽ ജയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കണം മുകളിലേക്ക്, കാരണം കഴുത്ത് കയറിയെടുക്കും നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അത്രയും വലിയ മതിലൊക്കെ നമ്മൾ വിചാരിക്കും ഇത് കോട്ടയാണല്ലോ, കോട്ടയ്ക്കകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഒരിക്കലും, അവിടെ പെട്ടത് തന്നെ. ആ കോട്ട നിഷ്പ്രയാസം ചാടിക്കിടന്നു. പല ഘട്ടത്തിലും പല കാര്യങ്ങളും പറഞ്ഞു. ഇയാൾ ഈ പറയുന്ന കൂടെയുള്ള തടവുകാർക്ക് മുന്നിൽ തെളിവ് നിരത്താൻ വേണ്ടിയിട്ടാണ്, താൻ കഴിവുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ജയിൽ വകുപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഗോവിന്ദചാമിയെ ജയിൽ ചാടാൻ ആരും സഹായിച്ചിട്ടില്ല. സഹായം എന്ന് പറയുന്നത് താഴെ നിന്നിട്ട് തള്ളിക്കൊടുത്ത് മുകളിലേക്ക് ചാടിക്കോ മോനെ എന്ന് പറയുന്നതല്ലല്ലോ. നീ ചാടുന്നെങ്കിൽ ചാടിക്കോ, ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാലോ സഹായമാണ്. ഇല്ലെങ്കിൽ ചാടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നോക്കില്ല എന്ന് പറഞ്ഞിരുന്നാലും അതും സഹായം തന്നെയാണ്. അപ്പോൾ ആരും സഹായിച്ചില്ല, ആരും കൈപിടിച്ച് കയറ്റിയില്ല, അല്ലെങ്കിൽ പുറകിൽ നിന്ന് തള്ളിക്കൊടുത്തില്ല, എന്താ മതിൽ ചാടിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ മറ്റ് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പോൾ ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് വലിയ ദുരൂഹതയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഉന്നതന്മാരുടെ ബന്ധം ഇതിനകത്തുണ്ടോ എന്നുള്ളതിനെ പറ്റിയെല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നതാണ്. ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് ജയിൽ DGPക്ക് കൈമാറി. ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരനായ ഗോവിന്ദചാമി ആരും സഹായിക്കാനിടയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ല എന്നാണ് പറയുന്നത്. ഗോവിന്ദചാമിയുടെ ഇടത് കൈക്ക് സാധാരണ ഒരു കൈയുടെ കരുത്തുണ്ട്. ഒരാളെ ഇടിക്കാൻ പോലും ഈ കൈ കൊണ്ട് കഴിയും. ജയിൽ സുരക്ഷയിൽ വീഴ്ചയുണ്ടായി. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടടക്കം വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സെല്ലിൽ എലി കടിക്കുന്നത് തടയാൻ ഗോവിന്ദചാമി തുണി ചോദിച്ചെങ്കിലും അധികൃതർ നൽകിയിരുന്നില്ല. റിമാൻഡ് തടവുകാർ അലക്കി ഉടക്കാനിട്ടപ്പോഴാവാം പ്രതി തുണി സംഘടിപ്പിച്ചത് എന്നാണ് നിഗമനം. ആദ്യം ചെറുമതിൽ ചാടിക്കിടക്കാൻ 2 വീപ്പകളാണ് ഗോവിന്ദചാമി ഉപയോഗിച്ചത്. ഒരു വീപ്പ നേരത്തെ മതിലിന് സമീപത്തുണ്ടായിരുന്നു. പൊക്കം കൂട്ടാൻ മറ്റൊരെണ്ണം കൂടെ ജയിൽ വളപ്പിൽ നിന്ന് ശേഖരിക്കുകയായിരുന്നു. ഈ ഉയരമുള്ള വസ്തുക്കൾ, എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന വസ്തുക്കൾ, ഇതൊക്കെ ജയിലിൻ്റെ ഈ കോമ്പൗണ്ടിനകത്ത്, ഇതിൻ്റെ ചുറ്റുമതിലിനകത്ത് വെക്കാൻ പാടില്ല എന്നാണ്. അവർക്ക് പ്രോട്ടോക്കോളുണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ വെക്കാം. അതായത് ശിഖരങ്ങളുള്ള മരത്തിൻ്റെ തടി പോലും നീളമുള്ളത് അതിൻ്റെ ഇടാൻ പാടില്ല. മരത്തടി പോലും വെക്കാൻ മരത്തടി തോട്ട പോലുള്ള നമ്മളിങ്ങനെ പറിക്കാനോ ഈ ഭാഗം പറിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന തോട്ട പോലും അവിടെ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ജയിലിനകത്ത് വളപ്പിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വെക്കാമെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പാലിക്കപ്പെടണം. ഇത് കൃത്യമായി നോക്കണം. ഇതിനല്ലേ ഉദ്യോഗസ്ഥർ ശമ്പളം കൊടുക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ ജയിലിനകത്തെ വളപ്പിനകത്ത് നടന്ന് എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ജയിലിനകത്തെ കൃഷി ചെയ്യുന്ന മേഖലയില്ലേ, അവിടെ വാഴയ്ക്ക് താങ്ങ് കൊടുക്കാനായിട്ട് ഈ പറയുന്ന കമ്പ് കൊണ്ട് വെച്ചേക്കും. കൊലച്ച് കഴിയുമ്പോൾ വാഴ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ താങ്ങ് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ വലിച്ചു കെട്ടും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വലിയ അപകടകരമാണ്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ജയിലിൽ ചാടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചാടാനുള്ള സാഹചര്യം ഒരുക്കാൻ പാടില്ല, അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ജയിൽ മാനുവലിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ പാലിക്കപ്പെടേണ്ട ആൾക്കാരാണ് ഇതെല്ലാം നിൽക്കുന്നത്. അത് എന്നിട്ട് അവർ പറയുന്നത് എന്താ? ഗോവിന്ദചാമിയുടെ ഇടത് കൈക്ക് അസാമാന്യമായ കരുത്തുണ്ട്. ഒരു മുഴുവൻ കൈ ഉള്ളതുപോലെ തന്നെ അയാൾക്ക് അത് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയുമായിരിക്കും. അത്ര നീചനായ ഒരു വ്യക്തിയാണ് ഗോവിന്ദചാമി എന്നുള്ളത് നമ്മൾ പണ്ട് റിപ്പോർട്ട് വന്ന ഈ പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ക്രിമിനൽ, കോടതി ഇല്ലയെന്ന് പറഞ്ഞാലും വാസ്തവമൊന്നും ഇല്ലാതായി പോകുന്നില്ല. കോടതിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നികൃഷ്ടനായ അയാൾ തന്നെ ആയിരിക്കണം കൊന്നത്. ഇനി തലയിടിച്ച് വീണാണ് മരിച്ചതെന്ന് പറയുന്നത് എന്തുറപ്പ് ഇയാൾ എന്തെങ്കിലും വെച്ച് അടിച്ച് പൊട്ടിച്ചതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും?
അല്ല, വീഴ്ചയിൽ സമയത്ത് കല്ലടിച്ച് തലയ്ക്ക് അടിക്കുന്നുണ്ട്, അതെ, മുഖത്തൊക്കെ അടിക്കുന്നുണ്ട്. അത് അപ്പോൾ ഈ മരിക്കാത്ത ആളിനെ കൊലപ്പെടുത്തുക എന്നുള്ളത്. എന്നിട്ട് ഈ പറയുന്ന ഈ പോലീസ് ജയിൽ ജീവനക്കാർ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ആരും സഹായിച്ചിട്ടില്ല. ആ ക്ലീൻ ചിറ്റ് കൊടുത്ത പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ഇയാൾ ഈ മുറിഞ്ഞ കൈ വെച്ചിട്ട് അത് വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ ഗുഹ്യഭാഗത്തേക്ക് ഇടിച്ച് കയറ്റുകയാണ്, എന്നിട്ടാണ് ബലാത്സംഗം ചെയ്യുന്നത്. അപ്പോൾ അത്രയേറെ വൈകൃതം മനസ്സിലുള്ള ഒരാളെ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പീഡിപ്പിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ എന്ന് പറയും. ഈ രക്തം കാണാൻ വേണ്ടിയിട്ട് കൊലപാതകികളുണ്ട്. ചിലരെ കൊല്ലാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ടി പി ചന്ദ്രശേഖരനെ കൊന്നു, വണ്ടി ഇടിച്ചു കൊല്ലാം, ഇല്ലെങ്കിൽ കുത്തിക്കൊല്ലാം. ഇതൊന്നുമല്ല, വണ്ടി ഇടിച്ചിട്ട് പിടിച്ച് കിടത്തി മുഖത്ത് 51 വെട്ടി. മുഖത്ത് വെട്ടണമെങ്കിലെന്ന് പറഞ്ഞാൽ അത് എന്തെല്ലാം ആയുധങ്ങളുണ്ട് ഈ ലോകത്ത്. കുത്തിക്കൊല്ലല്ലോ, കുത്തിക്കൊന്നാൽ എന്താ, ഹൃദയത്തിൽ കുത്തി കഴിഞ്ഞാൽ ആൾ ഹൃദയം രക്തം മാറുന്ന മരിക്കുമല്ലോ, ഇതിന് രക്ഷപ്പെടാൻ പോലും പറ്റില്ല. ഹൃദയത്തിൽ കുത്തി കിട്ടിക്കഴിഞ്ഞാൽ ആൾ ചത്തുപോകും. കരളിലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന വൃക്കയിലോ ഒക്കെ 2 കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആൾ ചത്തുപോകും. അപ്പോൾ ഈ പറയുന്ന അതല്ല. അപ്പോൾ മുഖത്ത് വെട്ടുന്ന, മുഖത്ത് വെട്ടി മരിക്കുകയൊന്നുമില്ല പെട്ടെന്നൊന്നും, സമയമെടുക്കും. പിന്നെ തലച്ചോറൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ സംഭവിക്കണം, സ്കള്ളൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പെട്ടെന്നൊന്നും മരിക്കില്ല. അപ്പോൾ ഈ പറയുന്നത് എന്താ, മുഖത്ത് വെട്ടി പക തീർക്കുകയാണ്. അത്ര നീചന്മാരാണ് ടി പി കൊലക്കേസിലെ പ്രതികൾ, നികൃഷ്ടമായിട്ടുള്ള കൊലപാതകം ചെയ്ത്. അപ്പോൾ ഈ പറയുന്ന അതുപോലെയാണ് ഇത് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആൾ. അതിൽ ഈ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ ചോര തെറിക്കുന്നത് കാണാനുള്ള ആനന്ദം ഉണ്ടല്ലോ. ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, മമ്മൂട്ടി ലാലു അഭിനയിച്ചു. അതിനകത്ത് പറയുന്നുണ്ട്, നീ ഈ അവസാനത്തെ പിടച്ചിൽ കേൾക്കുമ്പോൾ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ്റെ കഴുത്തറുത്ത് കൊന്നില്ല, അതിനുള്ള പ്രതികാരമാണെന്ന് പറയുന്ന പോലെ ആ കരച്ചിൽ കേൾക്കാൻ, ആ പറയുന്ന രക്തം, ഇത് പച്ച രക്തം ചാടി വരുന്നത്, ഈ പറയുന്ന ചൂട് രക്തം ചാടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് കൊലപാതകം ചെയ്യുന്നവന്മാർ അങ്ങനെ മുഖത്ത് വെട്ടുന്ന സാധാരണ മനുഷ്യൻ, ഇറച്ചി വെട്ടുകാർക്ക് പോലും പറ്റില്ല ഒരു ജീവനുള്ള ഒരു ജീവിയുടെ മേൽ അങ്ങനെ വെട്ടാനായിട്ട്. ഇറച്ചി വെട്ടുകാർ പോലും ഇതിനെ കൊന്നതിന് ശേഷം ഈ പറയുന്ന കഴുത്തറത്ത്, ശരി, മൃഗങ്ങളെ പോലും അവർ തന്നെ ഇറച്ചി വെട്ടുകാരായ ആൾക്കാർ നമുക്ക് പരിചയമുണ്ടല്ലോ, അവർ ചോദിക്കുമ്പോൾ അവർ പറയും ചെയ്യുന്നവരൊക്കെ മൃഗങ്ങളാണ്. ചെയ്യുന്നവരും അല്ല, പക്ഷെ മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല. മൃഗം എന്താ ചെയ്യുന്നത്, ഒരു സിംഹം നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ കഴുത്തിനെ കടിക്കുകയുള്ളൂ, കടിച്ച് നമ്മളെ കൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം, നമ്മളെ കൊന്നതിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മൃഗങ്ങൾ ആരും പിന്നെ വേട്ടയാടി ഇപ്പോൾ പൂച്ചയിട്ട് തട്ടും, പക്ഷെ അതിന് വിളയാട്ടാണല്ലോ അത്. പക്ഷെ അതുപോലെയല്ല, നികൃഷ്ടമായിട്ട് ഒരു പിശാചിൻ്റെ സ്വഭാവം, പിശാചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. പിശാചിനൊരു മനുഷ്യനെ ഏറ്റവും ക്രൂവലായിട്ട് മരിക്കുന്നതാണ്. അപ്പോൾ പിശാചുക്കളാണ് ഇത്തരം ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദച്ചാമി മനുഷ്യനാണ് എന്ന് നമുക്ക് ഒരിടത്തും ഉപമിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ യാതൊരു വിധമായ ഗുണവുമില്ല. ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ ചെയ്യുന്നവരുടെ മുൻബുദ്ധി, ഫ്രണ്ട് ബ്രെയിൻ, അത് പ്രവർത്തിക്കാറില്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് സഹാനുഭൂതി, അനുകമ്പ, ഈ പറയുന്ന എന്താ പറയുക, ഈ പറയുന്ന കമ്പാഷൻ, ഇതൊക്കെ കുറവായിരിക്കും. ഒരു ജീവിയെ കാണുമ്പോൾ അതിനോട് പ്രേമം തോന്നുന്ന, അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്ന ഒരവസ്ഥയുണ്ട്. ഒരു പൂച്ചക്കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യും, നമ്മുടെ മുഖം അറിയാതെ ചിരിക്കും. ഒരു പട്ടിക്കുട്ടിയെ, നായ്ക്കുട്ടി ഒന്ന് മുമ്പിൽ നിൽക്കുക ചാടി കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിരിക്കും. പക്ഷേ ഈ പറയുന്ന ഫ്രണ്ട് ബുദ്ധി ഇല്ലാതെ മുഖത്തൊക്കെ വെട്ടിക്കൊല്ലുന്നവന്മാർക്ക് ഈ പൂച്ചക്കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ചവിട്ടി അരയ്ക്കാനാണ് തോന്നുന്നത്. ഇവർക്കത് വർക്ക് ചെയ്യില്ല. ഇവരുടെ നീചമായ മനസ്സ്, ഇവർക്ക് സ്വന്തം കുട്ടിയെ പോലും കൊല്ലാൻ മടിയുണ്ടാവില്ല. അങ്ങനത്തെ ജന്മങ്ങളാണ് ഇവരിൽ. അപ്പോൾ ഗോവിന്ദച്ചാമി ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇതാണ്. സ്വന്തമെന്നോ ബന്ധമെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ ഒന്നും ഒരു ചിന്തയില്ല. അയാളുടെ ഈ പറയുന്ന ഇടംകൈ ആയുധം അത് വെച്ചിട്ടാണ് ഇയാളെല്ലാം ചെയ്തിരിക്കുന്നത്, ഇല്ല. അപ്പോൾ പോലീസ്, ഈ പറയുന്ന ജയിൽ വകുപ്പ് തന്നെ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. മാരകമായ അപകടം, ജയിൽ വകുപ്പിലെ ആർക്കും ബന്ധമില്ല, ആരും സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോ പ്രിയൻ പറഞ്ഞതുപോലെ കണ്ണടച്ചാലും അത് സഹായമല്ലേ. അല്ല, ഞാനിപ്പോൾ ഒരാളെ കൊല്ലാൻ പോകുന്നത് കണ്ടു, ഞാൻ തടഞ്ഞില്ല, കുറ്റമാണ്. ഒരാൾ കൊല്ലാൻ പോകുന്നു, ഒരു ക്രൈം നടക്കാൻ പോവുക, എൻ്റെ കൺമുന്നിലാണ്, ഞാൻ തടഞ്ഞില്ല, ഞാൻ പ്രതിയാണ്, ഞാൻ കുറ്റക്കാരനാണ്. കാരണം ദുഷ്ടത ചെയ്യാതിരിക്കുക. ഈ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, എന്താണ് ഏറ്റവും വലിയ സത്പ്രവർത്തി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുക. ഏറ്റവും നിന്നേക്കാൾ ബലഹീനനായ ഒരാളെ സഹായിക്കുന്നതാണ് സത്പ്രവൃത്തി. ദുഷ്പ്രവൃത്തി നിന്നേക്കാൾ ബലഹീനനായ ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഈ ദുഷ്പ്രവൃത്തി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മിണ്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അല്ല. നീ സത്പ്രവൃത്തി ചെയ്യണം, ചെയ്താലേ കാര്യമുള്ളൂ. സത്പ്രവൃത്തി ചെയ്യാതിരിക്കുന്നവൻ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവന് സമമാണ്. അവനും ഈ പറയുന്ന ദുഷ്പ്രവൃത്തിക്കുള്ള അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പങ്ക് പറ്റേണ്ടി വരും. സത്പ്രവൃത്തി ചെയ്താലേ ദുഷ്പ്രവൃത്തി ഇല്ല, അത് നമ്മളുടെ പേരിൽ അതിൻ്റെ പാപം വരാതെ നമുക്കിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഉത്തരവാദിത്തം എന്താണോ അത് നിറവേറ്റപ്പെടാതിരിക്കുന്നത് ക്രൈം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഉത്തരവാദിത്തം ഇതിനകത്തുണ്ട്. എത്ര റിപ്പോർട്ട് വന്നാലും അത് മായ്ച്ചു കളയാൻ കഴിയില്ല.
ഈ ഗോവിന്ദസ്വാമിയുടെ കയ്യിൽ എത്ര വലിയ ആയുധമുണ്ട് എന്ന് പറഞ്ഞിട്ടും അതിലും രക്ഷയില്ല. ഈ ഇടം കൈയില്ലാത്തവനായിട്ട് തന്നെ കണക്കാക്കണം. അവിടെ ഈ പറയുന്ന വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് ഗുരുതര വീഴ്ച തന്നെയാണ്. ഈ പറയുന്ന പങ്കുണ്ടോ ഇല്ലേ എന്നുള്ളത് വിശദമായ അന്വേഷണം വരട്ടെ. ഒരു റിപ്പോർട്ടിൽ, പ്രാഥമിക റിപ്പോർട്ടിനകത്ത് അത് ഒതുക്കാൻ കഴിയില്ല. ഗോവിന്ദസ്വാമി ഇനി എത്രത്തോളം സുരക്ഷിതമാക്കപ്പെടുന്നു, എത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു സുരക്ഷയിലാക്കപ്പെടുന്നു, അത്രത്തോളം തന്നെ ഉത്തരവാദിത്വമുണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ.